രാത്രി 11 മണിയോടുകൂടി മുണ്ടക്കയത്തുള്ള ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഹാൾട്ട് ചെയ്തു. ഇവിടെ നിന്നും ഞങ്ങൾ രാവിലെ 6 മണിക്ക് യാത്ര തുടർന്നു. വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്രയാണ്. ഒരു മനോഹര കാഴ്ചയാണ്. സത്രത്തിലേക്കുള്ള യാത്രയിൽ ഈ മനോഹര കാഴ്ചകൾ കൂടി കാണാം എന്നുകൂടി കരുതിയാണ് യാത്ര രാവിലത്തേക്ക് മാറ്റിയത്. രാവിലെ 8 മണിയോടുകൂടി ഞങ്ങൾ സത്രം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി. അവിടെ ഫോറസ്റ്റിൻ്റെ ഔട്ട് പോസ്റ്റിൽ നിന്ന് നമുക്ക് യാത്രയ്ക്കുള്ള പാസ് എടുക്കേണ്ടതുണ്ട്. ഒരാളുടെ ആധാർ കാർഡും ബാക്കി എത്ര പേരാ പോകുമെന്ന് വെച്ചാൽ അവരുടെ ലിസ്റ്റും കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് ടോക്കൺ ലഭിക്കും. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് യാത്രയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിക്കണം. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് വേണം യാത്ര തുടരാൻ. പ്ലാസ്റ്റിക് കവറുകളൊന്നും യാതൊരു കാരണവശാലും നമ്മുടെ കയ്യിൽ കരുതാൻ പാടില്ല. ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കയ്യിൽ വയ്ക്കാം. തുടക്കം ഒരു 2 കിലോമീറ്ററോളം അത്യാവശ്യം നല്ല കയറ്റമാണ്. ആദ്യത്തെ 2 കിലോമീറ്റർ പിന്നിട്ടാൽ ഫോറസ്റ്റിൻ്റെ ഔട്ട് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾക്ക് ചൂടുള്ള വെള്ളം ലഭിക്കും. ആദ്യത്തെ 6 കിലോമീറ്റർ പിന്നിട്ടാൽ നമുക്ക്
ഫോറസ്റ്റുകാർ നടത്തുന്ന കഞ്ഞിക്കടയുണ്ട്. അവിടുന്ന് നല്ല കഞ്ഞി കിട്ടും. അവിടുത്തെ ആ കഞ്ഞി കുടിച്ചാൽ അതുവരെ നടന്ന ക്ഷീണമൊക്കെ മാറും. ഏകദേശം പുല്ലുമേട് യാത്ര അവസാനിച്ചു. ഇനി ഉള്ള 4 കിലോമീറ്റർ കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഇനി വലിയ മരങ്ങൾക്കിടയിലൂടെ പതുക്കെ ഇറങ്ങി നടക്കാം. അങ്ങനെ നമ്മൾ ഉരക്കുഴി ഭാഗത്തെത്തി. ഇവിടെ നിന്ന് നല്ലൊരു കുളി കഴിഞ്ഞ് ഫ്രഷായി നമുക്ക് ശബരിമല 18-ാം പടിയിലേക്ക് നീങ്ങാം. വരുന്ന വഴി ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ ടോക്കൺ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ 18-ാം പടിയുടെ താഴെ അവിടെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നമ്മൾ ടോക്കൺ കാണിച്ചാൽ നമുക്ക് അവിടെ തന്നെ ക്യൂ നിൽക്കാവുന്നതാണ്. മാക്സിമം ഒരു 10 മിനിറ്റ് നിന്ന് നമുക്ക് 18-ാം പടി കയറാം.